ചാക്കോ സാറിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് പറഞ്ഞൊരു ഉദാഹരണം, ആ സമയത്ത് ഇദ്ദേഹം പ്രിൻസിപ്പളായിരിക്കുന്ന സമയത്താണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് MSc കെമിസ്ട്രിക്ക് ഒരു അഡ്മിഷൻ വേണം എന്നാവശ്യപ്പെട്ടു മാനേജ്മെൻറ്റ് കോട്ടയിൽ. സാറ് പറഞ്ഞു ഇവിടെ 10 സീറ്റാണുള്ളത്, 10 ഫില്ല് ചെയ്ത് കഴിഞ്ഞു, അഡ്മിഷൻ തരാൻ കഴിയുകയില്ല. വിദ്യാഭ്യാസ മന്ത്രി ചില്ലറക്കാരനായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ കോളേജിൽ 2 സീറ്റ് വർദ്ധിപ്പിക്കൂ, ഞാൻ അതിന് വേണ്ട അനുവാദം തരാം, അനുവാദം തരിക്കാം, 1 സീറ്റ് ഈ കുട്ടിക്ക് കൊടുക്കും. സാറ് പറഞ്ഞു ഒരു കാരണവശാലും നടക്കില്ല, കാരണം ഇവിടെ 10 പേർക്ക് ചെയ്യാനുള്ള അപ്പാരറ്റസേ ഉള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ അദ്ദേഹം സംസാരം തുടരാൻ താല്പര്യപ്പെടാതെ ഫോൺ താഴെ വെച്ചു എന്നുള്ളതാണ്. അത്രയും കരുത്തനായിരുന്നു. അതുകൊണ്ട് കോളേജിന് പല ബുദ്ധിമുട്ടുകളും പിന്നീട് അനുഭവിക്കേണ്ടി വന്നു. ഗാന്ധി യൂണിവേഴ്സിറ്റി തുടങ്ങി കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അധികാരപരിധിക്കകത്തുള്ള എല്ലാ കോളേജുകൾക്കും ഓരോ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ വെച്ച് അനുവദിച്ചു. നമ്മുടെ PJ കുര്യൻ സാറിൻ്റെ കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിന് മാത്രം 2 കൊടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു കോഴ്സ് കിട്ടാത്ത ഒരേ ഒരു കോളേജേ ഉണ്ടായുള്ളൂ സംസ്ഥാനത്ത്. അപേക്ഷിക്കാത്തതുകൊണ്ടല്ല, ഈ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികാര നടപടിയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ കോളേജിന് ഒരു കോഴ്സും തന്നില്ല എന്നുള്ളതാണ്